ഈ കേസിലെ പ്രതികളിൽ ആദ്യത്തെ 6 പേർ ഈ ക്രിമിനൽ കുറ്റവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. നടിയെ ഈ വാഹനത്തിൽ ആക്രമിച്ചവരാണ്. അവർക്ക് ഈ കുറ്റകൃത്യവുമായി ബന്ധമുണ്ട് എന്നത് തെളിയിക്കുക പ്രോസിക്യൂഷന് എളുപ്പവുമാണ്. 2017 എന്ന് പറയുന്നത് അതിവിദൂരമായ ഒരു സമയമല്ല. ഇതിലെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ആക്രമണത്തിനിരയായ നടി തന്നെയാണ്. നടി ആദ്യഘട്ടത്തിൽ തന്നെ പൾസർ സുനിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ ഈ കേസിലെ പ്രതിയാണ്. നടിയുടെ വാഹനം ഓടിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ എതിരെ വളരെ ഡയറക്റ്റായ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നതിൽ തർക്കമൊന്നുമില്ല. പ്രതികളെ സഹായിച്ച ആളാണ് 7ാം പ്രതി. 8ാം പ്രതി ദിലീപ് ആണ് ഈ ഗൂഢാലോചന നടത്തിയത്. ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് 1ാം പ്രതി പൾസർ സുനി അടക്കമുള്ളവർ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ആ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകും, എന്ത് വിധി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുള്ളത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ 1ാം പ്രതി പൾസർ സുനിയും നടിയുമായി യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. ഒരു തവണത്തെ പരിചയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ഹീനമായി നടിയെ അധിക്ഷേപിക്കാനും ആക്രമിക്കാനും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാനും അതൊരു കൊട്ടേഷനാണ് എന്ന് പറയാനും തക്കതായ യാതൊരു വൈരാഗ്യവും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് നടി മഞ്ജു വാര്യരെ അടക്കം മൊഴികൾ ഏറ്റവും നിർണായകമാകുന്നത്. നടിയോട് വൈരാഗ്യമുണ്ടായിരുന്നു 8ാം പ്രതിയായ ദിലീപിന് എന്നുള്ള മൊഴിയാണ് നൽകിയത് മഞ്ജു വാര്യർ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ അന്ന് ആ ഒരു സമ്മേളനത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത് ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു. അവിടെ നിന്നാണ് അന്വേഷണം മറ്റൊരു വഴിത്തിരിവിലേക്ക് കടന്നു പോവുകയും ചെയ്തത്. ഷീജ വക്കം തുടരുന്നുണ്ട്. ശ്രീമതി ഷീജ, മറിച്ചൊരു വിധിയാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ PR പ്രളയം കൂടി കാണേണ്ടി വരും. എങ്ങനെ സോഷ്യൽ മീഡിയ വഴി ദിലീപ് പുണ്യവാളനാകും എന്നുള്ളത് കൂടി കാണേണ്ടി വരും വിധി മറച്ചാവുകയാണ് എങ്കിൽ. അപ്പോൾ അതിജീവിത അവർക്കൊപ്പം നിന്ന ആളുകൾ ഇനിയും ആക്രമിക്കപ്പെടാനും ഹീനമായി അധിക്ഷേപിക്കപ്പെടാനും ചവിട്ടി താഴ്ത്തപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ പൂർണ്ണമായും അവൾക്കൊപ്പം നിൽക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. സാധാരണ ഒരു സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുമ്പോൾ, ഇര എന്ന് തന്നെ പറയാം, മറ്റുള്ള പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ടുപോയി മറ്റുള്ളവരെല്ലാം പുറത്തിറങ്ങിയാൽ ചൂണ്ടിക്കാണിക്കും എന്നുള്ള ഒരു പേടിയോടുകൂടി ഒതുങ്ങിപ്പോകും എന്നുള്ള ഒരു ധാരണയാണ് പൊതുസമൂഹത്തിനുള്ളത്. എന്നാൽ ധൈര്യത്തോടു കൂടി പൊതുസമൂഹത്തിലേക്ക്, പൊതുവേദികളിലേക്ക് കടന്നിരുന്നുകൊണ്ട് സ്വയം ചൂണ്ടിക്കാണിച്ച ഒരു ധീരത കൂടി നമ്മുടെ ഈ കേസിൽ അതിജീവിത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരം ഒരു കാഴ്ച കൂടി നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ സമൂഹം ഈ കേസിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ പലതരം മാതൃകകളെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്കും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്കൊപ്പം നിന്ന ഏതു ഭീഷണിക്കിടയിലും കൂറുമാറാത്ത സഹപ്രവർത്തകർ, ഒരു വിവാഹിത അല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടി അവർക്കൊപ്പം നിന്ന് പൂർണ്ണമായും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി അവർക്കൊപ്പം പോരാടിയ അവരുടെ പങ്കാളി, മറ്റെല്ലാം ഒരു പക്ഷേ എതിരെ നിന്നത് വളരെയധികം പ്രശസ്തിയും പണവും എന്നുള്ളതിനപ്പുറം സിനിമ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വൈകാരികതയെ കൂടി എടുത്ത് കളിക്കുന്ന ഒരു മാധ്യമമാണ്. അപ്പോൾ നമുക്കെല്ലാം പല ഹീറോ വേഷങ്ങളിൽ വന്ന് നമ്മുടെ സ്വന്തമായി അനുഭവപ്പെട്ട അനിയനായും ഏട്ടനായും സുഹൃത്തായും ഒക്കെ നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിച്ച ഒരു വ്യക്തി എതിർവശത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനൊപ്പമായി പോകേണ്ടതാണ്. പക്ഷെ എന്നിരിക്കലും ഈ ഒരു കേസിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നീതിയുക്തമായ ഒരു സമീപനത്തോടു കൂടി ഒരു സമൂഹം മുഴുവൻ അവർ ഒരു പൊതുവേദിയിലേക്ക് വരുമ്പോൾ ഹർഷാരവത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നതും, മറിച്ച് ആരോപിക്കപ്പെട്ട ആൾക്ക് പൊതുസമൂഹത്തിലുണ്ടായിരുന്ന സകല സ്വീകാര്യതയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു വലിയ രംഗം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ സമൂഹം അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് പേരാണ് ശരിക്കും പറഞ്ഞാൽ